അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാൻ പാർട്ട് 2ലേക്ക് കടക്കാം. ഞാൻ വാക്ക് പറഞ്ഞിരുന്നു, പ്ലാൻ പാർട്ട് 2. ഇത് ടോട്ടലി എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. എൻ്റെ രീതി മനസ്സിലാവുകയാണെങ്കിൽ അത് എനിക്ക് അത്രയ്ക്കും പബ്ലിക്കിന് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ശൈലിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ കേട്ടതാണെങ്കിൽ പോലും എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പ്രസൻ്റ്ലി അതിൻ്റെ ഇതിലേക്ക് ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എൻ്റെ മുഖം തന്നെ ഞാൻ ഒന്ന് ഒളിപ്പിച്ച് വെക്കും. എന്താ വെച്ചാൽ അതിനെ ഒന്ന് ചെറുതാക്കാം. വെറുതെ അനാവശ്യമായിട്ട് എൻ്റെ ഡിസ്റ്റർബൻസ് ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പൊ പ്രസന്റ് ചെയ്യാൻ ഒരു താഴ്ത്തിക്കരിക്കണം. പ്ലാൻ പാർട്ട് 2 വളരെ ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക, എല്ലാ കമ്പനികളുടെ പ്ലാനുകൾ നല്ലത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു കമ്പനീനെ തെറ്റ് പറയില്ല. എവറി കമ്പനി ഹാസ് ഇറ്റ്സ് ഓൺ ഡ്യൂട്ടി. അവർക്ക് അവരുടേതായ പ്രൊഡക്റ്റ്, അവരുടേതായ ശൈലി, അവരുടേതായ ഇതുകളുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, സ്ലോലി ഗ്രോ ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. ഒരുപാട് ഇന്നും ഒരു 25-30 വർഷം പഴക്കമുള്ള കമ്പനികളുണ്ട്. പലരും പല കാരണവശാൽ അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. വിഷയമില്ല. പക്ഷെ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു എ സ്ലോ പ്ലാൻ. എന്താ കാര്യം വെച്ചാൽ ഹൈ സ്പീഡ് പ്ലാനുകൾ നിങ്ങൾ നോക്കുക, ഒറ്റയടിക്ക് അവർ വളരെ ഗ്രോത്തിലേക്ക് പോയി പിന്നീട് ആ കമ്പനീനെ പിന്നെ അഡ്രസ്സ് പോലും കാണാനുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ആവർത്തി. പിന്നെ സാധാരണക്കാരന് കേറ്റർ ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകൾ എപ്പോഴായിരിക്കണം? ഒന്നാമത് പ്രൊഡക്റ്റ് ആയിരിക്കണം, രണ്ടാമത് പ്രൊഡക്റ്റുകൾ സാധാരണക്കാരനുള്ള പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ലെറ്റ്സ് പ്രൊസീഡ്. ഇവരേല് ആയുർ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, റോയൽ ഫ്ലേവേഴ്സ് ഉണ്ട്, ഗ്രീൻ മിസ്റ്റ് ഉണ്ട്, എസ്ലിൻ ഉണ്ട്. അങ്ങനെ ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്. ആയുർ റൂട്ട്സ് വെൽനെസ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ്. റോയൽ ഫ്ലേവേഴ്സിൽ അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഗ്രോസറീസ്, അരിപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊട്ടുപൊടി, മസാലകൾ. ഗ്രീൻ മിസ്റ്റിൽ നമ്മുടെ പാത്രം കഴുകുന്ന ഐറ്റംസ്, അങ്ങനെയുള്ള, പിന്നെ കോസ്മെറ്റിക്സ് പിന്നെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഗ്ലൂത്താസിങ്ക് പോലെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സും ഒക്കെ എസ്ലിൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജോയിനിങ് ചെയ്യണോ? വേണ്ട. MRPക്ക് മേടിക്കാൻ തയ്യാറുള്ളവർക്ക് ഒരു ജോയിനിങ് വേണ്ട. അപ്പൊ ജോയിൻ ആരാണ് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ആവശ്യമുള്ളവർക്ക്. ഡിസ്കൗണ്ട് എന്താണ്? ഒരു കടക്കാരന് കിട്ടാവുന്ന ആ ഡിസ്കൗണ്ട് നമുക്കും കിട്ടും. അപ്പൊ അതിന് വേണ്ടി എന്ത് വേണം? ജോയിനിങ്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ചില വ്യക്തികളുണ്ട്, അവർ പറയും ഇല്ല ഞങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വേണം, പക്ഷെ ഞങ്ങൾക്ക് ജോയിനിങ് വേണ്ട എന്ന് പറയുമ്പോൾ അവരോട് ഒരു കാര്യം മാത്രം പറയാം, ഏത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിൽ ചെറിയൊരു തുക എന്തായാലും ആ മേടിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും റിട്ടേൺ ഉണ്ടാവും. സംഗതി 5 രൂപയാണോ 1 രൂപയാണോ എന്നുള്ള വിഷയമല്ല. ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാർ ഇതേപോലെ ക്ലെയിം ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു തുകയായി മാറാറുണ്ട്. അത് ഭാവിയിൽ അത് വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട് പല കമ്പനീസിനും. അപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച് അവർ ഒരു നിർബന്ധം എന്താ വെച്ചാൽ നോബഡീസ് അമൗണ്ട് മസ്റ്റ് റിമെയിൻ ബാക്ക് വിത്ത് ദ കമ്പനി. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഡീറ്റെയിൽസ് 100% നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, 100% നിങ്ങൾക്ക് സാമ്പത്തിക കുറവില്ല, വിഷയമില്ല, നല്ല കാര്യമാണ്, സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഈ ഡീറ്റെയിൽസ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് ലീഗലായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് മേടിക്കാം. അത്രയ്ക്കേ ഉള്ളൂ. അത് ഇൻകം ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ഒരു എണ്ണ മാത്രം മേടിക്കണം, മേടിച്ചോ, മതി. ഒരു ഉപ്പിന്റെ പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണം, മതി, വിഷയമില്ല. അപ്പനാ ഇഷ്ടം. ഇൻകത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ 2500 ബിസിനസ് വോളിയത്തിന്റെ ഒരു സിംഗിൾ ബില്ലിംഗ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു കുറുക്കും എലിക്സിർ മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് വരാം. ഇനി ചെറിയ ചെറിയ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റാം, 100% മേടിക്കാം. ചെറിയ പ്രൊഡക്റ്റുകൾ എന്ത് വേണമെങ്കിലും മേടിക്കാം. 150 രൂപേന്റെ പ്രൊഡക്റ്റുകൾ മേടിക്കാം, 100 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അത് മൾട്ടിപ്പിൾ ബില്ലിംഗ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ അത് പറഞ്ഞിട്ട് അത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സിംഗിൾ ബില്ലിംഗ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ 2500 ആവണ സമയത്ത് നമുക്ക് അത് കളക്ട് ചെയ്യാം. ഇനി ടൈപ്സ് ഓഫ് ഇൻകത്തിലേക്ക് നമുക്ക് പോകാം. പലതരത്തിലുള്ള ഇൻകം ഉണ്ട്. എന്താണ് ടൈപ്സ് ഓഫ് ഇൻകം? റീറ്റെയിൽ പ്രോഫിറ്റ്, മെന്റർ ബോണസ്, ബിസിനസ് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, ബിസിനസ് ഡെവലപ്മെന്റ് ബോണസ്, ക്ലബ് റോയൽറ്റി ബോണസ്, ആനുവൽ റോയൽറ്റി ബോണസ് ആൻഡ് പെർഫോമൻസ് റിവാർഡ്സ്.
പെർഫോമൻസ് റിവാർഡ്സ് നിങ്ങൾ നോക്കാം. പെർഫോമൻസ് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം. ഇതിലത്തെ ആദ്യത്തേക്ക് നമുക്ക് പോകാം. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു കടക്കാരന് കിട്ടുന്ന ലാഭം, ഒരു സെയിൽസ്മാന് കിട്ടുന്ന ലാഭം. കാരണം സെയിൽസ്മാൻ സെയിൽ ചെയ്യുന്ന അവന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ 40 ഇവിടെ നോക്കിയേ, ചില പ്രൊഡക്റ്റുകളുമേ 40% വരെ ഉണ്ട്, ചില പ്രൊഡക്റ്റുമേ 10%. പക്ഷെ എന്താണ് ഈ ഡിഫറൻസ്? കടക്കാരന് കട നടത്താൻ വേണ്ടിയിട്ട് ആൾക്ക് ലൈറ്റ് ബില്ല്, സ്റ്റാഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻ്റെനൻസ്, പിന്നെ ആൾക്ക് ഒരു വരുമാനം വേണ്ട വീട്ടിലേക്ക്. അതാണ് ഈ റീറ്റെയിൽ പ്രോഫിറ്റ്. നോർമൽ ഷോപ്പുകളിൽ ഉണ്ടാവുന്ന സിസ്റ്റം നമ്മുടെയിലും അങ്ങനെയുണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വണ്ടിക്കൂലി, നമ്മൾ പോണ സ്ഥലത്ത് ചായയും കാപ്പിയും എന്തെങ്കിലുമൊക്കെ റോട്ടിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നു, ആ എക്സ്പെൻസ് ഒക്കെ നമ്മൾ കാണേണ്ടത് ഈ അമൗണ്ടിൽ നിന്നാണ്. എന്തിന്? റീറ്റെയിൽ പ്രോഫിറ്റ്. അടുത്തതാണ് മെന്റർ ബോണസ്. അപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എനിക്ക് ഒരു 800 റുപ്പീസ് ഉണ്ടാക്കാൻ ഇതിന്, പക്ഷെ എനിക്ക് നെറ്റ്വർക്ക് ഒന്നും വേണ്ട, എനിക്ക് ട്രീ അറിയില്ല, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ആ തലവേദന എനിക്ക് താല്പര്യമില്ല, അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. സാർ ഒരു കാര്യം ചെയ്യൂ, ഒരാളെ കൊണ്ടുപോവാ. എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്, വിദേശത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് മേടിക്കുള്ളൂ, അപ്പൊ നിങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ചാൽ കുഴപ്പമില്ലല്ലോ, വിഷമില്ലാത്ത കുറെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവരെ കൊണ്ടുവന്നുള്ള അവരുടെ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് അവരെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കാം. അപ്പോൾ ഒരു 10,000 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് പോലെ തന്നെ 10,000 BVന്റെ പർച്ചേസ് ചെയ്തു. അപ്പൊ 10,000 BVന്റെ പർച്ചേസ് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ 8% കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിക്ക് റിട്ടേൺ കിട്ടും, ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെയാണ്, ഇല്ലേ? നമ്മൾ ഈ ഭൂമി കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു ടോക്കൺ എമൗണ്ട് നമുക്ക് കിട്ടും, അല്ലേ? അതേ പ്രകാരം തന്നെ. പക്ഷെ ഇവിടെ ഒരു ഗുണമുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വീണ്ടും വീണ്ടും ഈ കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കുമ്പോൾ ആ സകല ടൈം ഇദ്ദേഹത്തിന് അതിന്റെ ഒരു 8% കിട്ടും. അതേ പ്രകാരം എത്ര ആൾക്കാരെ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, എനിക്ക് വലിയ താല്പര്യമില്ല ബിസിനസ്സിൽ, വിഷയമില്ല, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആളുടെ സ്ട്രൈറ്റ് ലൈനിൽ നമുക്ക് ആളുടെ ചാനലിൽ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് കൊണ്ടുവരുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് എപ്പോഴും ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എത്ര? 8%. അതിനാണ് പറയാ മെന്റർ ബോണസ്. ആ ചിന്തിക്കുക, 100 ഇതിന്റെ 8% എന്ന് പറഞ്ഞാൽ 8 രൂപ, 1000 BV എന്ന് പറഞ്ഞാൽ 80 രൂപ, 2500 BVക്ക് 200 രൂപ, അല്ലേ? 10 ആൾക്കാരെ ആള് കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2500ന്റെ അവര് ജോയിനിങ് എടുത്ത സ്ഥിതിക്ക് 25,000 BV ആവും, 2000 രൂപയാണ് ആൾക്ക് കിട്ടുന്നത്. 100 ആൾക്കാരാണെങ്കിലോ 20,000. നിങ്ങൾ ചിന്തിക്കുക, ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു 10-20 ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സീരിയസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന, പരിപ്പ്, പയർ, അങ്ങനെയുള്ള എല്ലാ വർഗ്ഗങ്ങളും വാരി കോരിയിട്ട് നല്ല ക്വാളിറ്റി മാത്രം പ്രിഫർ ചെയ്യുന്ന വ്യക്തികളെ കൊണ്ടുവന്ന് നോക്കിയാൽ, നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ടേക്ക് ഔട്ട് എ ടൈം, ടേക്ക് ദ പർച്ചേസ് ആൻഡ് ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഓവർ ദാറ്റ്. അപ്പൊ ആയിരക്കണക്കിനാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച എന്ത് എമൗണ്ട് ആണ്. ഡസൻ ഹാപ്പൻ ഇൻ വൺ ഡേ. ഒറ്റ ദിവസം കൊണ്ട് ആവണ കാര്യങ്ങളല്ല. പക്ഷെ അസാധ്യമല്ല. ഇദ്ദേഹത്തിന് 2 ചാനൽ മെയിൻറ്റെയിൻ ചെയ്യണോ? വേണ്ടേ വേണ്ട. പക്ഷെ നമ്മൾ അവർക്ക് എല്ലാ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കൂട്ടാ. എന്താ കാര്യം വെച്ചാൽ പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 ചാനൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ല, എനിക്ക് ഒന്ന് മതി, ഞാൻ ആകെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ബ്യൂട്ടിഫുൾ, ഡു ഇറ്റ്. അടുത്തത്, നമ്മൾ ജോയിൻ ചെയ്ത വ്യക്തി ഒന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ഉഷാറായി. ചാനലില് ഏതോ വ്യക്തി അദ്ദേഹത്തിന്റെ താഴത്ത് ഒരു ജോയിനിങ് കൊണ്ടുവന്നു, 2500. ചാനലില് ഇതേ പ്രകാരം ഇദ്ദേഹം ഒന്ന് സഹകരിച്ചിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, 2500. അദ്ദേഹത്തിന് വല്ലതും കിട്ടോ? കണക്ക് പ്രകാരം അദ്ദേഹത്തിന് ഒന്നും കിട്ടൂല. കാരണം മാച്ചിങ് ബോണസിന് ഒരു നയമുണ്ട്. ആ നയം എന്താണ്? 2+1 അല്ലെങ്കിൽ 1+2. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? മെന്റർ ബോണസ്. ഇവിടെ നോക്കാം, ആദ്യത്തെ ദിവസം വേറൊരു വ്യക്തിയാണ് ആളുടെ ഡൗണില് 2500 BVന്റെ ഒരു ജോയിനിങ് അടിച്ച് വർക്കൗട്ട് ചെയ്ത്.
പക്ഷെ ബിയിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു വ്യക്തിനെ ഇദ്ദേഹം പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇദ്ദേഹം പേസ്റ്റ് ചെയ്യുന്ന ഈ വ്യക്തിന്റെ മെന്റർ ബോണസ് ആൾക്ക് കിട്ടും. എത്ര? 200 രൂപ ആൾക്ക് കിട്ടും. പക്ഷെ വേറെ ഇത് കിട്ടില്ല. മാച്ചിങ് കിട്ടണമെങ്കിൽ 2+1 അല്ലെങ്കിൽ 1+2 ആയി പറ്റും. പിന്നീട് 1/1 തന്നെയാണ്. അപ്പൊ ഓരോ പെയറിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ മാത്രം ഈ കണ്ടീഷൻ ഉള്ളൂ. വീണ്ടും ജോയിനിങ് എടുക്കുന്ന സമയത്ത് 2500 ഏറ്റവും ബേസിക് പ്ലാനാണ്. അങ്ങനെ എടുക്കുന്നവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5000 രൂപ വരെ ഒരു ദിവസത്തെ ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു മാസത്തേക്ക് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1,50,000. പ്രിവിലേജ് പ്ലാൻ ഒരു 7500 BV വെച്ചിട്ടാണ്. ബേസിക്കലി പറഞ്ഞ ഒരു 3 കുറുക്കുമോ വെച്ചിട്ട്, കോംബോ പാക്ക് വെച്ചിട്ട്. അപ്പൊ അവർക്ക് 15,000 പെർ ഡേ വരെ അവർക്ക് ഇത് എന്താ വെച്ചാൽ ഇത് ഒരു സീലിംഗ് ലിമിറ്റ് ആണ്. നമുക്ക് അതിന്റെ അപ്പുറത്ത് കൊടുക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വി മസ്റ്റ് ലിമിറ്റ് സോ ദാറ്റ് എവ്രിബഡി ക്യാൻ സർവൈവ്. പക്ഷെ മന്ത്ലി നോക്കുമ്പോൾ 4,50,000. എലൈറ്റ് പ്ലാൻ ബ്യൂട്ടിഫുൾ 15,000 purchase, 25,000 per day, 7,50,000 per month. ഇവിടെ ചിന്തിക്കുക, 2 വർഷമാകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയിൽ അനേക വ്യക്തികൾ ഈ എലൈറ്റ് പ്ലാൻ മേടിക്കുന്ന വ്യക്തികളുണ്ട്. പ്രിവിലേജ് മേടിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റാൻഡേർഡ് മേടിക്കുന്നവരുടെ കണക്ക് കുറേ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദ പ്രൊഡക്ട്സ് ആർ ബ്യൂട്ടിഫുൾ, ദർ ആർ എക്സലന്റ് റിസൾട്ട്സ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് 18% ആണ്. 18% പെയർ മാച്ച് ആകുമ്പോൾ ഒരു ഇതിന്റെ 18% നമുക്ക് കിട്ടും. അടുത്ത ദിവസം സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചതാണ്. അടുത്ത ദിവസം ആളുടെ എ ചാനലില് ഒരു 2500 വന്നു. ബിയിലെ ആള് 2500 കൊണ്ടുവന്നു. 450 രൂപ 18% ആൾക്ക് കിട്ടി. ക്ലിയർ? അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന 450ന്റെ കൂടെ ഇത് കൂടെ നമുക്ക് കിട്ടാണ്. ടോട്ടൽ ഇൻകം 900. അതിന്റെ അടുത്ത ദിവസം ചാനൽ എയില് 2 വ്യക്തികളെ കൊണ്ടുവന്നു. അപ്പൊ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ചാനൽ ബിയിൽ ഇദ്ദേഹം ഒന്നാഞ്ഞു, എന്തായാലും ഞാൻ ഒരു 3 ആളെ കൂടെ ഞാൻ ഇതിലേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. അപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? മാച്ചിങ് 5,000 ആവുള്ളൂ. ആ മാച്ചിങ് 5,000 ആയ കാരണം കൊണ്ട് 900 ആൾക്ക് കിട്ടി. ഏത് 2 മാച്ചിങ് എവിടെ വന്നു? 2,500 എന്തായി? ക്യാരി ഫോർവേഡ്. ആ ഏത് ചാനലിലാണ് കൂടുതൽ കിടക്കുന്നത് അത് അടുത്ത ഇതിലേക്ക് വർക്ക്ഔട്ട് ആവും. അപ്പൊ അത് എപ്പോഴും അവിടെ കിടക്കും. എന്ന് ഇപ്പുറത്തെ 2,500 ആവണോ അന്ന് അതിന്റെ പേ ഔട്ടായി മാറും. അപ്പൊ അതാണ്. അപ്പൊ അവിടെ പെൻഡിങ് ആയി. അപ്പൊ ഇതുവരെ അദ്ദേഹം വന്ന ദിവസം പ്രകാരം 1,800 റുപ്പീസ് ആണ് മേടിച്ചു കഴിഞ്ഞു. അല്ലേ? അപ്പൊ ചിന്തിക്കണം, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഒന്നുകൂടെ വലുതാക്കി കാണിക്കുകയാണെങ്കിൽ 4ാമത്തെ ദിവസം സീരിയസ് വ്യക്തിയാണ്. ഇതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിറങ്ങി. എ ചാനലിൽ നന്നായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതിൽ വന്ന വ്യക്തികൾ ഓരോ ജോയിനിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട. അവർ എ ആണ് ബി ആണെന്നൊന്നും നോക്കണ്ട. താഴത്തുള്ളവർ ആരും വർക്കൗട്ട് ചെയ്താലും അത് അദ്ദേഹത്തിന് എ ചാനൽ. അപ്പൊ 2,500ന്റെ 3 എണ്ണം. ചാനൽ ബിയിൽ ഒരു തീരുമാനം എടുത്തു. ഒരു 15,000 ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2,500 രാത്രി ആകുമ്പോഴേക്കും ഒരു 17,500 ഇതാണ്. അപ്പൊ എത്ര മാച്ചിങ് ആയി? 3 മാച്ചിങ്ങുകളിലെ ആൾക്ക് കിട്ടുള്ളൂ. 7,500ന്റെ മാച്ച് ആവും. അപ്പൊ 7,500 എന്ന് പറഞ്ഞാൽ എത്രയായി? 17,500 7,500 പോകുമ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും? 10,000 ഉണ്ടാവും. 10,000 എന്താണ്? ക്യാരി ഫോർവേഡ് ബിസിനസ് വോളിയമാണ്. എന്ന് പറഞ്ഞാൽ 4 പോയിന്റോളം ക്യാരി ഫോർവേഡ് ആയിട്ടുണ്ട്. അത് എന്ന് അപ്പുറത്തീന്ന് ബാലൻസ് ആവണോ അന്ന് ഓട്ടോമാറ്റിക് ആൾക്ക് അത് amount ആയി മാറും. അത്രയ്ക്കുള്ളൂ. അപ്പൊ നോക്കുക, അങ്ങനെ 3 മാച്ചിങ്ങിന്റെ 1,350 ആൾക്ക് കിട്ടി. ടോട്ടൽ ഇൻകം ഇതുവരെ ആള് മേടിച്ചത് 3,150 ഇന്ത്യൻ റുപ്പീസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇത് മെന്റർ ബോണസ് അല്ല, ഇതെന്താണ്? മാച്ചിങ് ബോണസ്. മെന്റർ ബോണസ് എന്താണ്? മെന്റർ ബോണസിൽ ഒരു ലൈൻ മാത്രം മുന്നോട്ട് പോയാലും
അതിലെ ആള് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളുടെ 8% ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ? ഇതെങ്ങനെയാ വെച്ചാൽ ഇത് അതും കിട്ടും, പ്ലസ് അപ്പുറത്ത് ഇപ്പുറത്ത് 2 ചാനലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാച്ച് എത്ര ആവണു, ബിസിനസ് മാച്ചിങ് എത്ര ആവണു, അതിന്റെ കിട്ടുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇതും അതും തമ്മിൽ നല്ല വ്യത്യാസം. പെർഫോമൻസ് ബോണസ് എന്താണ്? 3% പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കമ്പനിയുടെ ഒരു ബ്യൂട്ടിയാണ് പെർഫോമൻസ് ബോണസ്. പ്ലാറ്റിനം ആൻഡ് അബവ്. പ്ലാറ്റിനം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പതുക്കെ ഒന്ന് നോക്കണം. പ്ലാറ്റിനം ആൻഡ് അബവ് പോണ വ്യക്തികൾ, അവർക്ക് ആ റാങ്ക് എത്തിയതിനേക്കാളും മുകളിലേക്ക് പോണ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു amount ആണ്. അപ്പൊ എന്താണ് ഈ amount? ചിന്തിക്കുക. ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ 2 ചാനലിലും 3 ലക്ഷം ബിസിനസ് വോളിയം മാച്ചിങ് ഉണ്ടെങ്കിൽ കമ്പനീന്റെ പ്രോഫിറ്റിൽ നിന്ന് 3% അവർക്ക് എക്സ്ട്രാ കൊടുക്കും. ഇതൊരു ബോണസ് പോലെയാണ്. കാരണം അവർ അത്രയും വർക്ക് ചെയ്ത കാര്യമുണ്ട്. സോ ഇഫ് എ പേഴ്സൺ ഇസ് വർക്കിംഗ് ദർ, അവർക്ക് നോർമലി എല്ലാം കിട്ടും. ഏത് മെന്ററും കിട്ടും, മാച്ചിങ് കിട്ടും, എല്ലാം കിട്ടും. പോരാത്തതിന് കമ്പനി തരുന്നതാണ്. അപ്പൊ ഈ ഒരു റാങ്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 സൈഡിലും 3 ലക്ഷം ബിസിനസ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, അപ്പോഴാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത് അത്യാവശ്യം നല്ലൊരു amount ആയി മാറാറുണ്ട്. ഒരു ശമ്പളം കിട്ടുന്ന പോലെ അല്ലേ, എക്സ്ട്രാ. അത് നമുക്ക് ഓർപ്പിക്കാം. പിന്നെ അതിന്റെ മുകളിലുള്ള എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ബോണസ് ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് ബോണസ് വീണ്ടും 3% തന്നെയാണ്. പക്ഷെ ഇത് ആർക്കാ കിട്ടാന്ന് നമുക്ക് നോക്കണ്ടേ? റൂബി ആൻഡ് അബവ്. റൂബി റാങ്കും അതിന്റെ മുകളിലുള്ളവർക്കാ കിട്ടുള്ളൂ. അപ്പൊ അവര് ഡിവിഷണൽ സെയിൽസ് മാനേജർ ആ പൊസിഷനാണ്. അപ്പൊ ചിന്തിക്കുക, അവരെ കണ്ടീഷൻസ് ഉണ്ട്. ഓരോ സൈഡിലും 7,50,000 ബിസിനസ് വോളിയം മാച്ചാണ്. 7,50,000 ഇന്ത്യൻ റുപ്പീസ് അവർക്ക് മാച്ചാണ്. ക്ലബ് റോയൽറ്റി ബോണസ്, ഇത് വീണ്ടും വേറൊരു ബോണസ് തന്നെയാണ്. എന്താ കാര്യം വെച്ചാൽ അത് കമ്പനീന്റെ 1% ആണ് കൊടുക്കുന്നത്. 1% ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ബ്ലൂ ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട്, ബ്രാൻഡ് അംബാസഡർ, അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ഹൈ റാങ്കുകളാണ്. ഉറപ്പായിട്ടും ഈ റാങ്ക് നമ്മളെ കൊണ്ട് സാധിക്കും. ചിലർക്ക് പതുക്കെ പോവാം, ചില സ്പീഡിൽ പോവാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ഒരു കമ്പൽഷൻ ഇല്ല. ആനുവൽ റോയൽറ്റി ബോണസ് ഉണ്ട്. അത് വർഷത്തിൽ കിട്ടും. വർഷത്തിൽ കിട്ടുന്ന ബോണസ് എന്താണോ? 1%. അത് വമ്പൻ തുകയായിരിക്കും. കാരണം ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബിസിനസ് പ്രൊമോട്ടറായി മാറുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റാങ്കിങ്ങിന്റെ 1%. എന്തൊക്കെ റാങ്കിങ് ഉണ്ടെന്ന് നോക്കാം. എന്തൊക്കെ റാങ്കിങ് ഉണ്ട്? സ്റ്റാർ ഉണ്ട്, ബ്രോൺസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനം, സഫയർ, പേൾ, റൂബി, എമറാൾഡ്, ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, ക്രൗൺ ആൻഡ് ബ്രാൻഡ് അംബാസഡർ. ഇതൊക്കെയാണ് ഓരോ സ്റ്റേജുകൾ. അപ്പൊ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലാ. അപ്പൊ ഇതുവരെ നോക്കാത്തവർ ഒന്ന് MKRCSM ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ആണ് ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോണത്. ഐ എം ജസ്റ്റ് എ ട്രെയിനർ. സോ മൈ ഡ്യൂട്ടി ഈസ് ടു ഗിവ് ദ മാക്സിമം ട്രെയിനിങ്. പെർഫോമൻസ് റിവാർഡ്സ്, അത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക സ്റ്റാർ ഇതൊക്കെ എത്തുന്ന സമയത്ത്. എന്താ കാര്യം വെച്ചാൽ നമ്മൾ ഒരു സെയിൽസിൽ ഒരു അച്ചീവ്മെന്റ് എത്തുന്ന സമയത്ത് നമുക്കൊരു റിവാർഡ് കിട്ടണം. എന്നാലാണ് ഒരു രസമുള്ളത്. ഇപ്പൊ സ്കൂളുകളിൽ കണ്ടില്ലേ, ഫസ്റ്റ് പ്രൈസ് മേടിച്ചു കഴിഞ്ഞാൽ അവനൊരു ഇതുണ്ട്, ചെറിയൊരു തുക amount കിട്ടും. പള്ളികൾ എവിടെയാണെങ്കിലും. അപ്പൊ ആ വിജയിക്കുന്ന വ്യക്തിക്ക് നമ്മൾ അംഗീകാരം കാര്യങ്ങൾ കൊടുക്കുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഡെയിലി ഒരേ ജീവിതം ഇങ്ങനെ പോകുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു രസം. അതിൽ നമുക്ക് സ്റ്റാർ റാങ്ക്, ഏറ്റവും ഫസ്റ്റ് സ്റ്റാർ റാങ്കിലേക്ക് പോകും. എന്താണ്? ജോയിൻ ചെയ്ത ദിവസം മുതൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ അവര് 5,000 രൂപ ഇൻകം ആയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ, 5,000 രൂപ ഇൻകം ആയിട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.
എന്തൊക്കെയാണ് മാച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം മാച്ചിങ് മേടിച്ച് 5000 വരെ മേടിച്ച വ്യക്തികൾ എത്ര ദിവസമുണ്ട്? 30 ദിവസത്തിനുള്ളിൽ. പിന്നെ എന്താ വെച്ചാൽ മന്ത്ലി സെൽഫ് റീപർച്ചേസ്. ഇതില് ആക്റ്റീവ് ആവാൻ വെറുതെ ആൾക്കാരെ കൊണ്ടുവന്നാൽ പോരാ, അവര് സ്വയമായിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കേണ്ട. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 200 BVക്കുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ അവർ മന്ത്ലി മേടിക്കും. അപ്പോഴല്ല അതിന്റെ കണ്ടീഷൻ കിടക്കണം. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? അവർക്കൊരു കിറ്റ് കിട്ടും. എത്ര രൂപേന്റെ? 2000 രൂപേന്റെ കിറ്റ് അവർക്ക് കൊടുക്കും. ഈ കിറ്റിൽ എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ട് നമുക്ക് ഏകദേശം 2000 ഇതിന്റെ പ്രൊഡക്റ്റുകൾ തന്നെ ആയിരിക്കും. നമ്മുടെ കമ്പനീന്റെ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും തന്നെ ആയിരിക്കും. അടുത്തേക്ക് പോകാം. ബ്രോൺസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോണി പഠിക്കും. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, ഇതും 30 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഏത്? സിൽവർ അടിച്ച ഡേറ്റ് മുതൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ 10,000 ഇൻകം അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവർ അത്രയും മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹതയുണ്ട്. എന്ത് കിട്ടാൻ? അവർക്ക് ബ്രോൺസ് റാങ്ക് ആവും, പക്ഷെ ഗിഫ്റ്റ് കിട്ടാൻ അവർക്ക് അർഹതയാവും. ഗിഫ്റ്റ് കിട്ടാൻ അർഹതയാവുമ്പോൾ അവർ എന്താ വെച്ചാൽ അവർക്ക് സെൽഫ് പർച്ചേസ് ഒരു 400 BV കൂടെ ഉണ്ടാവണം. അപ്പൊ എന്ത് കിട്ടും? ഒരു ഗിഫ്റ്റ് ഹാമ്പർ 3000ന്റെ ഇതേപോലെ നമ്മുടെ കമ്പനി പ്രൊഡക്ട്സ്. പോരാത്തതിന് ഒരു എക്സിക്യൂട്ടീവ് ബാഗ്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്താണ്? ആൾക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറ്റാം. എക്സിക്യൂട്ടീവ് ബാഗ് ആൾക്ക് നോർമൽ ലൈഫിൽ ആൾക്ക് യൂസ് ചെയ്യും. അതിന്റെ അടുത്തതാണ് സിൽവർ റാങ്ക്. സിൽവറിൽ 35,000 അവർ ഇൻകം ഉണ്ടാക്കുന്നു. ഓഫ് കോഴ്സ് 60 ഡേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത്? ജസ്റ്റ് മുൻപുള്ള റാങ്കിന് ഈ ഡേറ്റിന്റെ 60 ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസത്തിന്റെ ഉള്ളിൽ 35,000 രൂപ അവർ ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? പ്ലസ് 600 ബിസിനസ് ഹോളിൽ തന്നെ സെൽഫ് പർച്ചേസ്. അവർക്ക് എന്ത് കിട്ടും? ഇതേ പ്രകാരം 4000 രൂപന്റെ പ്രൊഡക്ട്സ്. പോരാത്തതിന് CSM കമ്പനിയുടെ മെർക്കൻഡൈസ്. പിന്നെ ഒരു ദിവസത്തെ ഒരു ലോക്കൽ എൻജോയ്മെന്റ് ട്രിപ്പ് വിത്തിൻ ദയർ ഡിസ്ട്രിക്ട്. അവർ എവിടെയാ താമസിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ദിവസത്തേക്ക് അവർക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഇവിടുന്നാണ് മുന്നോട്ട് നമ്മൾ പോകണം. കാരണം നമ്മൾ എന്തായാലും വന്നത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? ഉറപ്പായിട്ട് നമ്മൾ വന്നത് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഗോൾഡ് റാങ്ക് അടുത്തത് 85,000 നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഏതാണ്? സിൽവർ ആവണേന്റെ ഗോൾഡ് ആവണേന്റെ 60 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇത് എത്തിക്കണം എന്ന് മാത്രമാണ്. ഇപ്പൊ ഇതൊക്കെ എല്ലാം കണ്ടിന്യൂഷനിൽ വേണമെന്നില്ല. ചില സമയത്ത് എനിക്ക് സിൽവറിന് എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഗോൾഡിന് എനിക്ക് മേടിക്കാം. മനസ്സിലായോ? ഗോൾഡിന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, എനിക്ക് അടുത്ത പ്ലാറ്റിനത്തിലേക്ക് പോണ സമയത്ത് എനിക്ക് ഇത് അച്ചീവ് ചെയ്യാം. വിഷയമില്ല. അപ്പൊ ആ സമയത്ത് ആ റാങ്കിന്റെ നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടും. ഇനി ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്റെ റാങ്ക് പോകുമോ? ഇല്ല, പോകില്ല. റാങ്ക് തന്നെയാണ്. നിങ്ങളുടെ റാങ്ക് എപ്പോഴും അവിടെ തന്നെയാണ്. കാരണം ഇവിടെ നോക്കുക, റാങ്ക് പ്രകാരം അവർക്ക് ഓരോരുത്തർക്ക് ഇത് പ്രകാരം തന്നെ പേരുകളുണ്ട്. നോക്കിയ പേരുകൾക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ബ്രോൺസ്, ഇതിലും മുൻപ് സ്റ്റാർ. സ്റ്റാർ എന്താണ്? സെയിൽസ് അസോസിയേറ്റ് ആണ്. സെയിൽസ്. ബ്രോൺസ് എന്താണ്? സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. പിന്നെ ഇതേ പ്രകാരം അടുത്തത് സിൽവർ എന്താണ്? ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് സിൽവർ. അപ്പൊ ഇതൊക്കെ കമ്പനിയിലത്തെ പ്രൊമോഷണൽ റാങ്ക് ആണ്. മറ്റത് അവർക്ക് കിട്ടുന്ന അംഗീകാരം ഗോൾഡ് റാങ്ക്. പക്ഷെ അവർ പിന്നെ ആ ഒഫീഷ്യൽ ഇതിലാണ്. ഈ ഗോൾഡ് വരുന്ന സമയത്ത് അവർ ഏരിയ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയി മാറാണ്. 90 ഡേയ്സിന്റെ ഉള്ളിൽ അവർ 85,000 അച്ചീവ് ചെയ്യണമെന്ന് മാത്രം. ഒരു 5000 രൂപന്റെ പ്രൊഡക്ട്സ്, 1 ഇയർ ആക്സിഡന്റൽ ഇൻഷുറൻസ്. എന്ത് ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിലുള്ള ഒരു 1 ഇയർ കവറേജ് അവർക്ക് കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഒരു ദിവസം 2 ഡേ ട്രിപ്പ് ഉണ്ട്. 1 നൈറ്റ് ഉള്ള ഒരു 2 ഡേ ട്രിപ്പ് അവർക്ക് എന്താണ് കിട്ടുന്നത്? ഫോർ കപ്പിൾ. ഇവിടെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഞാൻ മാത്രമല്ല ഒറ്റയ്ക്ക് പോവുക, എൻ്റെ കൂടെ എൻ്റെ വൈഫിന് പോകാൻ പറ്റും. ഇനി സ്ത്രീകളാണെങ്കിൽ അവരെ കൂടെ അവരെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ അവരെ മക്കളെ, ഏതെങ്കിലും ഒരു കുട്ടീനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആസ് എ കപ്പിൾ യു ക്യാൻ ഗോ
വിത്ത് വൺ മോർ പേഴ്സൺ. കാരണം ആ പേഴ്സന്റെ എക്സ്പെൻസ് അറിയേണ്ട ആവശ്യമില്ല, കമ്പനിയാണ് അവർക്ക് കൊടുക്കുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്? ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ട, അതുകൊണ്ടാണ്. പ്ലാറ്റിനം റാങ്ക് അടുത്തത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് എക്സ്ട്രാ മന്ത്ലി ഇതിന്ന് കമ്പനിന്ന് കിട്ടുന്ന ഒരു ഇത് അല്ലേ. അപ്പൊ പ്ലാറ്റിനം റാങ്കിൽ വരുന്ന സമയത്ത് എന്തൊക്കെയാ? അത് 120 ദിവസത്തെ ഒരു പീരീഡ് ഉണ്ട് കേട്ടോ. ഏത് ഗോൾഡ് ആവണ്, ഗോൾഡും ഈ റാങ്കും തമ്മിൽ 120 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ അച്ചീവ് ആവണം. അപ്പൊ ഇത്രയും എമൗണ്ട് പ്ലസ് 1000 BVന്റെ സെൽഫ് പർച്ചേസ്, പ്രൊഡക്ട്സ് വർത്ത് റുപ്പീസ് അറൌണ്ട് 10,000, മറ്റേ നല്ലൊരു എമൗണ്ട് ആണ്. പിന്നെ 2 day 1 night ട്രിപ്പ് ഫോർ കപ്പിൾ. അത് ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിലാണ്. ഹിൽ സ്റ്റേഷനിൽ അവർക്ക് ഊട്ടി, കൊടൈക്കനാൽ എവിടെ വേണമെങ്കിലും അവർക്ക് കിട്ടും. പിന്നെ മെർക്കൻഡൈസ് ഉണ്ട്. പോരാത്തതിന് ഒരു ടാബ് അവർക്ക് കിട്ടും. അപ്പൊ അവർക്ക് വർക്ക് ചെയ്യുന്നതിന് കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബ് കമ്പനിയിൽ നിന്ന് കിട്ടും. സഫയർ റാങ്ക് ഉണ്ട്. സഫയർ റാങ്ക് വരുന്ന സമയത്ത് ഇതേ പ്രകാരം തന്നെ അവർക്ക് 43,000 അല്ല 4,38,000, 4,38,000 രൂപന്റെ ഇൻകം അവർ കാണിക്കണം. എത്ര? 180 ദിവസത്തിന്റെ ഉള്ളിൽ. ഏത് പ്ലാറ്റിനം മുതൽ സഫയർ ആവണ റാങ്ക് ആവണമെന്ന ആ ഡേറ്റിന്റെ ടൈമാണ് കൊടുത്തത്. അപ്പൊ അവർക്ക് ഇത് പ്രകാരം തന്നെ ഗോവയിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്. പോരാത്തതിന് മൊബൈൽ ഫോൺ അവർക്ക് നല്ലൊരു ക്വാളിറ്റി മൊബൈൽ ഫോൺ അവർക്ക് കിട്ടുന്നുണ്ട്. വേൾഡ് റാങ്ക് കിട്ടുന്നവർക്ക് അറൌണ്ട് 9,60,000 അവർക്ക് അവരെ ഇതിൽ അക്യുമുലേറ്റ് ആവണം. പിന്നെ എന്താ കാര്യം വെച്ചാൽ 210 ദിവസം. ഇവിടെ ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് ഇല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ, റാങ്ക് നിങ്ങൾക്ക് കിട്ടും, വിഷയില്ല. നിങ്ങൾ ഇപ്പൊ ഇത് പേൾ ആവണവർക്ക് അവരായിരിക്കുന്ന റാങ്ക് പ്രകാരം അവരുടെ ഡെസിഗ്നേഷൻ കമ്പനിയിൽ റീജിയണൽ സെയിൽസ് മാനേജറാണ്. അപ്പൊ റീജിയണൽ സെയിൽസ് മാനേജർ അവർക്കായി മാറാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ്. 15,000 മറ്റേ 1,500 രൂപ ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് അവർ ചെയ്യണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ബെനിഫിറ്റായി മാറുന്നതാണ്. അവർക്ക് ഹൈദരാബാദിലേക്ക് പോകാൻ ഇപ്പൊ ആ സമയത്ത് ചിലപ്പോ വേറെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഹൈദരാബാദ് തന്നെ വേണമെന്നില്ല. കമ്പനി മേ ബി സെലക്ടിങ് സം അതർ പ്ലേസ് ഓൾസോ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഫോർ എ കപ്പിൾ. ആൻഡ് അവർക്കൊരു ലാപ്ടോപ്പ് കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. മനസ്സിലായോ? ഇതിലും മുൻപ് നമ്മൾ ഇതുവരെ കണ്ടത് എന്തായിരുന്നു? അവർക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലും ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇനി മുന്നോട്ട് ഗിഫ്റ്റ് ഹാമ്പറുകളില്ല. കാരണം അവർക്ക് ഓൾറെഡി നല്ല ഇൻകം മേടിക്കുന്ന ഒരു സ്റ്റേജാണ്. ഗിഫ്റ്റ് ഹാമ്പർ സ്റ്റാർട്ടിംഗുകാർക്ക് കൊടുക്കാണ്. എന്താ കാര്യം വെച്ചാൽ അവർക്ക് അത് കൂടെ വിറ്റിട്ട് എന്തെങ്കിലും 4 കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ്. പക്ഷെ ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇവരൊക്കെ ഓൾറെഡി ആ സ്റ്റേജ് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളാ. ഇവിടെയാണ് റൂബി ബ്യൂട്ടിഫുൾ. റൂബിയിലേക്ക് എത്തുന്ന സമയത്ത് ഇറ്റ്സ് അറൌണ്ട്, നോക്കിയേ, പൂജ്യങ്ങൾ എണ്ണേണ്ട ഗതികേട് നമുക്ക് വരണ്ട. 40,000. അപ്പൊ എത്രയാണ്? 20 ലക്ഷം. 20,40,000 ഈസ് ദർ ഇൻകം. അഗെയിൻ ഇറ്റ് മസ്റ്റ് ബി ഇൻ 240 days. ഇവിടെ വരെ ടൈം ഉണ്ട് കേട്ടോ. 240 ദിവസം കൊണ്ട് തന്നെ അച്ചീവ് ആവണം. ഏത് പേളാവുന്നതും റൂബി ആവണേന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്. അതിന്റെ ഉള്ളിൽ അച്ചീവ് ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിന്നർ ഇൻ എ 5-star ഹോട്ടൽ, പിന്നെ ക്യാഷ്ലെസ് മെഡിക്ലെയിം, അതല്ലാതെ തന്നെ 3 ദിവസം 2 രാത്രി ഏതെങ്കിലും നല്ലൊരു പിക്നിക് സ്പോട്ടിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാം. ക്യാൻ ബി കുലു മനാലി, താജ്മഹൽ, any other place which the company will be giving at that particular time. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ ആ സമയത്ത് സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് എവിടെയാണ് അവിടേക്കാണ് നമ്മൾ പോവുക അല്ലേ. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അതിന്റെ അടുത്തതാണ് എംറാൾഡ് പൊസിഷൻ. അത് 47 ലക്ഷം കടന്നു കഴിഞ്ഞു. അപ്പൊ 47 ലക്ഷം കിടക്കുന്ന സമയത്ത് അവർക്ക് ടൈം ലിമിറ്റ് ഇല്ല. റൂബി കഴിഞ്ഞാൽ പിന്നെ ടൈം ലിമിറ്റ് ഇല്ല. അത് എത്തി കഴിയുന്ന ദിവസം മലേഷ്യ അല്ലെങ്കിൽ സിംഗാപ്പൂരിലേക്ക് നമുക്ക് പോകാം.
ഏത് കപ്പിള് തന്നെയാണ് കേട്ടോ. ഇത് ഇവിടെ എല്ലാം കപ്പിൾസായി മാറാണ്. ഷോപ്പിംഗ് അലവൻസ് ഉണ്ട്. ഷോപ്പിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കമ്പനി തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു, കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പോരാത്തതിന് അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളും താമസവും ഒക്കെ കമ്പനി നോക്കുന്നു. ആൻഡ് അവിടുന്ന് എന്തെങ്കിലും മേടിക്കണം എന്നൊരു കൊച്ചാഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലും കമ്പനി അതിന് ചെറിയൊരു എക്സ്പെൻസ് നമുക്ക് കൊടുക്കാണ്. ജസ്റ്റ് ബ്യൂട്ടിഫുൾ, ഇസന്റ് ഇറ്റ്? സോ ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മൾ നോക്കിയ എന്താണ് ആള്? ഡിവിഷണൽ ബിസിനസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഈസ് എ ഡിവിഷണൽ ബിസിനസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. സോ ദാറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. അടുത്തതാണ് ഡയമണ്ട് പൊസിഷൻ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഹി ഗോസ് ഈവൻ ബിഗർ. ഈ ഡയമണ്ട് പൊസിഷൻ എത്താൻ വീണ്ടും ഇതേ പ്രകാരം തന്നെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഡയമണ്ട് എന്നാവണു അന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് 3 ദിവസം 2 രാത്രി ഇന്റർനാഷണൽ ട്രിപ്പ് ടു തായ്ലൻഡ് ഓർ ബാലി, പിന്നെ അതല്ലാതെ തന്നെ ഷോപ്പിംഗ് അലവൻസ്, ഇതൊക്കെ ഇതാണ്. പർച്ചേസ് അവർക്ക് എല്ലാവർക്കും കമ്പൾസറി ആണ്. 3000 BVന്റെ പർച്ചേസ് അവർക്ക് കമ്പൾസറി ഉണ്ട്. ബ്ലൂ ഡയമണ്ട് ആവണ സമയത്ത് വീണ്ടും അവർ 4000ത്തിന് റീപർച്ചേസ് ഉണ്ട്. 4 ദിവസം അതപ്രകാരം ഇന്റർനാഷണൽ ട്രിപ്പ്, ഷോപ്പിംഗ് അലവൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. ഏറ്റവും മുകളിലേക്ക് പോണ സമയത്ത് ക്രൗണിൽ എത്തുന്ന സമയത്ത് ക്യൂമുലേറ്റീവ് ഇൻകം അതിലും ഹൈ ആയി. 5000 purchase, 4 day 3 nights Maldives, shopping allowances, and brand ambassador. He is the brand ambassador. He is also the international business promoter. അങ്ങനെ ഒരു റാങ്കിങ് കൂടം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പൊസിഷനിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം 7500 BVന്റെ സെൽഫ് പർച്ചേസ് ഉണ്ടാവണം. ആൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് 6 ദിവസം 5 രാത്രി യൂറോപ്പില് വിത്ത് കപ്പിൾ. അപ്പൊ അങ്ങനെയാണ്. ഷോപ്പിംഗ് അലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അത്ഭുതം, സുന്ദരം. ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. പല തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന പല ആൾക്കാര് ഇന്നും ലക്ഷങ്ങൾ മേടിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ എന്താണ് ലക്ഷങ്ങൾ മേടിക്കുന്നത് പറഞ്ഞ കാരണം? ഐ എം ഓൾവേസ് ദയർ വിത്ത് യു. ഒരു കുടുംബം അതാണ്. ഞാനില്ലെങ്കിലും നിന്നെ ഞാൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാനുണ്ട്. എനിക്ക് അപ്പൊ ഏതൊരു ഭാഗമാണെങ്കിലും ആ ഒരു സെക്യൂരിറ്റി വലിയൊരു സെക്യൂരിറ്റിയാണ്. ഒരുവിധം എല്ലാ കമ്പനീസിലുണ്ട്, നല്ല കമ്പനീസിൽ എല്ലാത്തിലും ഉണ്ട്. നമ്മുടെയിലും അങ്ങനെ ഒരുത്തുണ്ട്. ആ വ്യക്തി നാളെ ഉണ്ടോ ഇല്ലേ എന്നല്ല വിഷയം. ക്യാൻ ഹാപ്പൻ, സംതിങ് മേ ഗോ റോങ്. ജീവിതമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്തും അദ്ദേഹം ആരെയാണ് നോമിനി വെച്ചിരിക്കുന്നത്, ആ നോമിനിക്ക് ആ amount കിട്ടിക്കൊണ്ടിരിക്കും. ഓൺലി തിങ് ഇസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ. ഒരു വളരെ ഹൈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മെയിൻ്റെനൻസിൽ തന്നെ പോകും. വളരെ ചെറിയ പൊസിഷൻ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ വർക്കൗട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് പോകാം. പക്ഷെ വളരെ ഹൈ പൊസിഷനിൽ എത്തുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ പോകേണ്ട ചാൻസ് അവിടെ വരുന്നില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഒരു സ്വർഗവാതിൽ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ്. ഹൈ ക്ലാസ് പ്രൊഡക്റ്റ്. കാരണം ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, ഇതുവരെ ഈ 2 വർഷത്തിൽ ഇക്കണ്ട വലിയ വലിയ അച്ചീവേഴ്സ് വരാനുള്ള മെയിൻ കാരണം, ഇത്രയും ഇൻകം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണം തന്നെയാണ്. രണ്ടാമത് ബെസ്റ്റ് കമ്പൻസേഷൻ പ്ലാൻ. കമ്പൻസേഷൻ പ്ലാൻ ബ്യൂട്ടിഫുൾ തന്നെയാണ്. കാരണം മെന്റർ ബോണസ് പറഞ്ഞ പ്രകാരം ഇന്ന് വർക്ക് ചെയ്താൽ നമുക്ക് ഇന്ന് തന്നെ അതിന്റെ ഇത് കിട്ടും. അതിന് 2+1 വേണ്ടി കാത്തിരിക്കണം. അത് പെയർ മാച്ചിങ് വരുന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ അതിന്റെ വിഷയം ഇവിടെ വരില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പൻസേഷൻ പ്ലാൻ ഇന്ന് വർക്ക് ചെയ്തു, നാളെ തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്. ഇനി മാച്ചിങ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. സോ യു ഗെറ്റ് ഇറ്റ് ദ വെരി നെക്സ്റ്റ് ഡേ. ഡോണ്ട് വെയിറ്റ്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിന്റെ ആവശ്യമില്ല.
നല്ലൊരു റിസർച്ച് ഡെവലപ്മെന്റ് ഫേമാണ്. എന്താ കാര്യം വെച്ചാൽ ഇവിടെ ഓരോ പ്രൊഡക്റ്റ് അത്രയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റുകൾ വിഷയങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 101% ദ കമ്പനി ഈസ് ഓൾവേസ് ദെയർ ടു ക്ലോസ് ദാറ്റ് പ്രൊഡക്റ്റ്. കാരണം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ അത്. നമുക്ക് ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് പ്രൊഡക്റ്റ് മേടിച്ചാലും ഇവിടെ ഞാൻ എപ്പോഴും പറയാറ്, ഏതൊരു സ്ഥലത്ത് നമ്മൾ ബിസിനസ് പ്ലാനും കാര്യങ്ങളായി പോകുമ്പോൾ അവര് വലിയൊരു പ്രൊഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 100-150 രൂപേന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും കൊടുത്തു പോരണം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അതാണ് ധൈര്യം. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും എ ക്ലാസ് ആണ്. അതാണ് നമ്മുടെ ഗ്രേറ്റ് മാനേജ്മെന്റ്. ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനീന്റെ MD എല്ലാ കാര്യത്തിലേക്ക് എല്ലാ സീനിയേഴ്സും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് ഒരുപാട് ആള് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സലന്റ് കസ്റ്റമർ സർവീസ്. സോ ഇവിടെ മനസ്സിലാക്കാം, കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരാണ്. നമ്മൾ ഫോളോ അപ്പുകൾ വെക്കുക. എപ്പോഴും ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും അത് അതിന്റെ ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% എല്ലാവർക്കും ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. എന്നാൽ പോലും നമ്മൾ അത് അന്വേഷിക്കണം. അത് അതിന് ക്ഷമ ചോദിച്ചിട്ട് നമുക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാരണം അത് ഇതാണ്. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം. എന്താണ് MKR CSM എന്ന് പറയുന്നത്? എൻ്റെ ഒരു പേഴ്സണൽ ചാനലാണ്. ഇതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്രയ്ക്ക് മാത്രം ചെയ്താൽ മതി. അപ്പൊ CSMന്റെ പ്ലാൻ ഭംഗിയായിട്ട് പഠിച്ചേ പറ്റൂ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഞാൻ നിർത്തുന്നതാണ്. കാണുന്ന എല്ലാ വ്യക്തികളോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തില് പ്രൊഡക്റ്റിന്റെ നോളജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്ലാനിന്റെ പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളാണ് വലുതാവേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം കമ്പനി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കാവുന്ന പരമാവധി സപ്പോർട്ട് ഞാൻ കൊടുക്കാണ്. ഏത് രാജ്യത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. വെറുതെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.